തിരുവനന്തപുരം ആറ്റുകാലിലെ ആ ഒരു അമ്മ 73 വയസ്സുകാരിയായ അമ്മയെ മധു എന്ന മകനും അതോടൊപ്പം മരുമകളും ചേർന്ന് ആതിര എന്ന മരുമകളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് ശരീരമാസകലം മുറിവേൽപ്പിച്ച ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. റിപ്പോർട്ടർ ടിവിയുടെ ഒരു വാർത്തയ്ക്ക് പിന്നാലെ ബിന്ദു കൃഷ്ണ മന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇതുവരെ പോലീസ് ഈ ഒരു വിഷയം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയതെന്ന അമ്മ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഒരു FIR ഇടാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. സുനിഷ യെല്ലൂരിലേക്ക് നമ്മൾ പോവുകയാണ്. സുനിഷ, അപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു. വൈകിയാണെങ്കിൽ പോലും പോലീസ് എത്തുകയാണ്. ഇനിയെങ്കിലും ആ അമ്മയ്ക്ക് നീതി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ സുനിഷ? ഷിഹാസെ, തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതാണ്, ഇങ്ങനെ മകന്റെ ഭാര്യ ക്രൂരമായി മർദ്ദിച്ചു, മകനും മകന്റെ ഭാര്യയും ചേർന്ന് പുറത്താക്കി, എന്നിട്ടും ഫോർട്ട് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കൃത്യമായി നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. പകരം ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. ശേഷം 10 ദിവസത്തിനകം മകൻ ഈ വീട് വിട്ടിറങ്ങും. അതിനുശേഷം ഒരു സമയപരിധി നൽകുകയായിരുന്നു നേരത്തെ പോലീസ് ചെയ്തിരുന്നത്. എന്നാൽ അത് പോരാ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നൊരു ചോദ്യം തന്നെയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഏതായാലും തൊട്ടു പിന്നാലെ, റിപ്പോർട്ടർ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഫോർട്ട് പോലീസ് ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ പോലീസ് ഇടപെടാത്തത് വലിയ വിഷയമായിരുന്നു. പക്ഷേ പോലീസ് ഇടപെടാത്തതെന്ന് പറയുമ്പോൾ പോലീസ് ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പിന്നെ ഒത്തുതീർപ്പാക്കാനായിട്ട് അമ്മ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെയും അമ്മയും ഒന്നിച്ചൊന്നും അല്ലല്ലോ കയറ്റിയത്. അമ്മ സെപ്പറേറ്റ് കയറ്റി, അവരെയും സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുമ്പം എന്നെ ചെന്നാൽ മതി. അപ്പോൾ ഇവർ തങ്ങളിൽ എന്താണ് പറഞ്ഞെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ചേട്ടാ, ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ ഈ സംഭവം ഇങ്ങനെ നടക്കുന്നതെന്ന്? എങ്ങനെ? ഈ അമ്മയെ മർദ്ദിച്ചതോ? അല്ല, ഇതിന് മുമ്പേ മർദ്ദിക്കുന്ന കാര്യം അമ്മ എന്നെ അറിയിക്കില്ല. കാരണം അമ്മ അറിയിക്കാത്ത കാര്യം, ഞാനും അവനുമായിട്ടൊരു വിഷയം ഉണ്ടാവും, അടി ഉണ്ടാവും എന്നുള്ള ഒരു ഉൾപ്പായം അമ്മയ്ക്കുണ്ട്. അപ്പോൾ അത് അമ്മ സഹിക്കുകയായിരുന്നു സ്വയം. ഇതിൽ കേസ് എടുക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണോ മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്, കേസുമായി മുന്നോട്ട് പോകണമെന്നാണോ കരുതുന്നത്? കേസ് എടുക്കണമെന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വേണമെന്നുണ്ട്. പക്ഷേ അമ്മ നീ എന്തിനു പറയാൻ പോയി, അവർ ജയിലിൽ കൊണ്ടിട്ട് പ്രശ്നമാക്കൂല എന്ന് ഒന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടിയില്ല. അമ്മയുടെ ഇഷ്ടം എന്താണോ അത്. എന്തായാലും ഒരു നടപടി എന്തായാലും വേണം. അവനെ അവിടുന്ന് മാറ്റുകയും വേണം. അമ്മയുടെ മരണശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടക്കും. ഈ വിഷയത്തിൽ ഏതായാലും നടപടി വേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സഹോദരനാണ് നമ്മളോട് സംസാരിച്ചത്. അവരെല്ലാം പറയുന്നത് നടപടി വേണം. സ്വാഭാവികമായും നമ്മൾ തന്നെ കണ്ടതാണ് അമ്മ എത്ര ക്രൂരമായാണ് മർദ്ദിച്ചത് എന്നുള്ളത്. നേരത്തെ അമ്മ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മകനെ ജയിലിലിടേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമ്മയുടെ മൊഴി എടുക്കുന്നുണ്ടോ? ഷിഹസെ, അമ്മയുടെ മൊഴി എടുക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പോലീസ് എത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് പോലീസ് ഇപ്പോൾ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം തൊട്ട് അടുത്ത വീട്ടിൽ തന്നെയാണ് മകൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ മകനുമായി സംസാരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും മകനുമായി സംസാരിച്ചുകൊണ്ട് ഒരുപക്ഷെ വീട്ടിലേക്ക് ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ അമ്മയെ വീട്ടിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ്. പറഞ്ഞിരുന്നു ഗോകുലി, തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഈ മധു എന്ന് പറയുന്ന ഈ മകനും ഇളയ മകനാണ് ഈ സരസ്വതി അമ്മയുടെ. ഈ മകനാണ് ഈ അമ്മയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ആ മകനോടൊപ്പം ചേർന്ന് മരുമകളുമാണ് മർദ്ദിച്ചത്. അപ്പോൾ സുനിഷ, നേരത്തെ ഗോകുല വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവർ പ്രതികരിക്കാൻ പോയിട്ട് യാതൊന്നിനും അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അവർ ഇപ്പോഴും ആ വീട്ടിൽ ഉണ്ട് എന്ന് ഉറപ്പാണോ? ഷിയാസെ, മനസ്സിലാക്കുന്നത് അവർ ഇപ്പോഴും ആ വീട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ്, പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും നമ്മളുടെ മുന്നിൽ ഈ വാർത്ത വന്ന അതേ സമയത്ത് തന്നെ മക്കളുടെ പ്രതികരണം അത് അപ്പുറത്തെ കൂടി കേൾക്കേണ്ടതുണ്ടല്ലോ. അതിനെ ഒരു പ്രതികരണം തേടാനായി നമ്മൾ അവിടെ ചെന്നതാണ്. പക്ഷേ വാതിലടച്ച നിലയിലായിരുന്നു. പിന്നീട് മറ്റുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴാണ് വീട്ടിനകത്ത് അവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെയും അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ച് നിലവിൽ ഇത്ര വാർത്തയായിട്ട് പോലും അവർ ഇതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും വീട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിൽ ഇപ്പോൾ ഫോർട്ട് പോലീസ് അല്പസമയത്തിനകം തന്നെ ആ വീട്ടിലെത്തി അവരുമായി സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ എല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും നിലവിൽ. നടപടികളെല്ലാം വേഗത്തിലാകുന്നു എന്നത് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ അവർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഭാര്യയും ഒപ്പം തന്നെ ഈ മകനും മകന്റെ ഭാര്യയും, ഇവർ രണ്ടുപേരും ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ സംഭവം നടന്ന് പരാതി നൽകി പോലീസ് 10 ദിവസത്തിനകം ഈ വീട്ടിൽ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു കൂസലുമില്ലാതെ
ഇപ്പോഴും മകനും മകൻ്റെ ഭാര്യയും ആ വീട്ടിൽ തുടരുന്നുണ്ട് എന്നത് തന്നെയാണ് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. ഏതായാലും നിലവിലിപ്പോൾ ഫോർട്ട് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അല്പസമയത്തിനകം തന്നെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം മകനോടുകൂടി സംസാരിച്ച് ഒരുപക്ഷെ ആ വീട്ടിലേക്ക് അമ്മയെ അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നുള്ളതാണ്. പോലീസ് ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ നേരത്തെ ഒത്തുതീർപ്പാക്കാം, അല്ലെങ്കിൽ ഇതൊരു സംസാരിച്ച അമ്മയും മകനും ഉൾപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ, കുടുംബ പ്രശ്നമായതുകൊണ്ട് തന്നെ സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കാം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ, എന്നാൽ അത് വേണ്ട. ഇത്രയധികം ക്രൂരമായ മർദ്ദനം നമ്മൾ കണ്ടതാണ്. ചുണ്ടിന് 8 സ്റ്റിച്ചാണുള്ളത്, ഒപ്പം തന്നെ തോളലിന് പരിക്കുണ്ട്, മേലാസകലം മുറിവുകളുണ്ട്. ഇത്രയും ക്രൂരമായി ഒരാൾ മർദ്ദിച്ചിട്ടും എങ്ങനെ അതിൽ കേസെടുക്കാതിരിക്കും, നടപടി എടുക്കാതിരിക്കും എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക്, ദേഹോപദ്രവം ചെയ്തതിനും ക്രൂരമായി മർദ്ദിച്ചതിനും അടക്കം നടപടികളിലേക്ക് അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അമ്മ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ എത്ര ക്രൂരമായാണ് ഈ അമ്മയെ മർദ്ദിച്ചത് എന്നുള്ളത് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അമ്മ പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുമ്പോൾ വിശദമായി തന്നെ അമ്മ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. അതിനുശേഷം ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ തന്നെ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷിഹാസ്, അപ്പോഴും സുനിഷ, ഏറ്റവും പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യം നമ്മൾ നേരത്തെയും അത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തരത്തിലൊരു 73 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കണമെങ്കിൽ, അതും പ്രത്യക്ഷമായി തന്നെ ശരീരമാസകലം പരിക്കുണ്ട്, ആർക്ക് നോക്കിയാലും അത് കാണാം, അത് മകൻ തന്നെ മർദ്ദിച്ചതാണ്, മരുമകളും ചേർന്ന് മർദ്ദിച്ചാണെന്ന് അമ്മ പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആ അമ്മയ്ക്ക് നീതി ഉറപ്പാക്കാൻ, ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും ഒരു വാർത്ത വരേണ്ടി വരുന്നു. റിപ്പോർട്ടർ TV നമ്മൾ ആദ്യം മുതൽ തന്നെ ആ അമ്മയോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.